ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കറി കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് മുരിങ്ങയില കേട്ടോ. മുരിങ്ങയില നമ്മൾ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ അതിലേക്ക് 3 മുട്ട വേണം. നമ്മൾ മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ, ഉപ്പ്, ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം. അപ്പം നമ്മൾ തീ കത്തിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. ചട്ടിയിൽ ചൂടായി എണ്ണ ഒഴിക്കുന്നത് വരെ സ്ഥലം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളെ ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണെങ്കിലും വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കുന്നത് നല്ലത്. വെളിച്ചെണ്ണ അങ്ങനെ ചൂടായി വരുമ്പോൾ നമ്മൾ കേക്ക് വെച്ചിട്ടുള്ള ഈ മുരിങ്ങ എടുത്തിട്ട് ഇതിലേക്ക് ഫുള്ളായിട്ട് ഇടുക. ഇത് ചട്ടിയിലേക്കിട്ട മുരിങ്ങ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് എണ്ണയിലെല്ലാം ഇളക്കി മറന്ന പോലത്തിൽ ഇളക്കിയെടുത്തിട്ട് അപ്പം ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിന് ശേഷം വെള്ളമൊന്നും പാരാതെ അടച്ചു വെക്കണം. ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം 5 മിനിറ്റ് ചെറിയ തീയിൽ വെക്കണം. അങ്ങനെ 5 മിനിറ്റ് ആയതിനു ശേഷം നമ്മളിത് തുറന്നിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ടത് കേട്ടോ. 5 മിനിറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളെ ഏകദേശം ഈ രൂപത്തിൽ വരും കേട്ടോ. അപ്പോൾ ഒന്ന് നന്നാക്കിയിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കേട്ടോ. ഇതാണ് നമുക്ക് ഇപ്പോൾ ഈ കറിക്ക് വേണ്ട ഉപ്പ്. അപ്പോൾ നമ്മൾ ഇത് ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുക്കണം. ഉപ്പ് മിക്സാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ ഉപ്പ് മിക്സാക്കിയതിന് ശേഷം ഒരു 3 മിനിറ്റ് കൂടി വേവിക്കാൻ വെക്കാം കേട്ടോ. നമുക്ക് 3 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അത് വേകുമ്പോഴത്തേന് നമുക്ക് ഈ മുട്ട സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഈ മുട്ട എടുത്തിട്ട് ആ 3 മിനിറ്റ് വേവാകുമ്പോഴത്തേന് മുട്ട വെച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. 3 മിനിറ്റിന് ശേഷം തുറന്ന ഈ രൂപത്തിലായി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ നന്നായി ഇളക്കിയതിന് ശേഷം തീ വളരെ സ്ലോയിലാക്കാം. എന്നിട്ട് നേരത്തെ പൊട്ടിച്ച് വെച്ച് മിക്സാക്കി വെച്ച് മുട്ട ഉണ്ടല്ലോ, അത് നേരെ ഇതിലേക്ക് ഒഴിക്കുക. ഇതുപോലെ നേരെ മുകളിലേക്ക് ഒഴിക്കുക. ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ നന്നാക്കി മിക്സാക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ നന്നാക്കി മിക്സാക്കി കൊടുക്കാം. ഈ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ നന്നാക്കി ഇളക്കി കൊടുത്താൽ ഇതേ രൂപത്തിലാവട്ടോ. ഇതേ രൂപത്തിലാകുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. മിക്സാക്കി കൊടുക്കുക. അതുപോലെ ഒന്ന് നന്നാക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം നന്നാക്കി മിക്സാക്കണം കേട്ടോ. എല്ലാ പോലെ ഒരുപോലെ എത്രപോലെ മിക്സാക്കിയതിന് ശേഷം 1 മിനിറ്റ് അടച്ചു വയ്ക്കുക. അപ്പോൾ 1 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഹെൽത്തി എന്ന് പറഞ്ഞാൽ മുരിങ്ങേൻ്റെ ഹെൽത്തി വിറ്റാമിനും കോഴിമുട്ടേൻ്റെ പ്രോട്ടീനും കൂടെ കൂടുമ്പോൾ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് ഇത്. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിച്ചാണ്ടല്ലോ, ചോറിക്ക് വേറൊരു കറിയും കൂടി വേണ്ട. അപ്പോൾ നമ്മുടെ കറി ഇതുപോലെ വരും കേട്ടോ. നമ്മുടെ ഇതുപോലെ ബ്രൗൺ ആയിട്ട് വരണം മുട്ടയെല്ലാം അപ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ വളരെ ഹെൽത്തിയാണ്. മുട്ടയുടെ പ്രോട്ടീനും മുരിങ്ങയുടെ വിറ്റാമിനും അതുപോലെ തന്നെ വയറിന് എന്തെങ്കിലുമൊക്കെ ദഹന പ്രശ്നമുള്ളവർക്കൊക്കെ വളരെ ഇത് കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ദഹനം വളരെ സുഖമായിട്ട് നടക്കും. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.